കേരളത്തിൽ സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യ യാത്ര ഏത് വിഭാഗം സർവീസുകളിൽ ലഭ്യമാക്കുമെന്നതിനെ ചൊല്ലി ഇപ്പോഴും ചർച്ചകളും വിലയിരുത്തലുകളും പുരോഗമിക്കുമ്പോൾ പശ്ചിമബംഗാൾ സർക്കാർ സ്ത്രീകൾക്കായി വലിയൊരു ക്ഷേമ നടപടി പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ജൂൺ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ബസ്സുകളിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പശ്ചിമബംഗാൾ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഇതോടെ രാജ്യത്ത് സ്ത്രീകൾക്ക് പൊതുഗതാഗതത്തിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന 8ാമത്തെ സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറും. സ്ത്രീകളുടെ സുരക്ഷയും സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് പശ്ചിമബംഗാൾ ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നു. സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്ന എല്ലാ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹ്രസ്വദൂര ദീർഘദൂര ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്ക് അർഹതയുണ്ടായിരിക്കും. ദിവസേന ജോലിക്കായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ചെറുകിട തൊഴിൽ മേഖലയിലുള്ളവർക്കും വലിയ ആശ്വാസമാകുന്ന പദ്ധതിയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനായി പ്രത്യേക ഡിജിറ്റൽ സ്മാർട്ട് കാർഡും സർക്കാർ അവതരിപ്പിക്കും. QR കോഡ്, യാത്രക്കാരിയുടെ ഫോട്ടോ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ കാർഡായിരിക്കും ഇത്. ബന്ധപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസുകളിലൂടെയോ സബ് ഡിവിഷണൽ ഓഫീസുകളിലൂടെയോ സ്ത്രീകൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സർക്കാർ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖയും നിർബന്ധമായും നൽകണം. എന്നാൽ സ്മാർട്ട് കാർഡുകളുടെ വിതരണം പൂർത്തിയാകാൻ സമയമെടുക്കാൻ സാധ്യതയുള്ളതിനാൽ പദ്ധതി വൈകാതെ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനം. അതിനാൽ ജൂൺ 1 മുതൽ താൽക്കാലികമായി ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് മാത്രം കാണിച്ചാൽ മതിയാകുമെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തിരിച്ചറിയൽ രേഖ കണ്ടക്ടറെ കാണിക്കുന്നതോടെ സീറോ വാല്യൂ ടിക്കറ്റ് അല്ലെങ്കിൽ പ്രത്യേക തെർമൽ പേപ്പർ ടിക്കറ്റ് നൽകും. ഇതുവഴി യാത്രയുടെ ഔദ്യോഗിക രേഖയും സൂക്ഷിക്കാനാകും. സ്ത്രീകളുടെ പൊതുജീവിതത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കൂടുതൽ സുരക്ഷിതവും കുറഞ്ഞ ചെലവിലുള്ള യാത്രാ സൗകര്യം ഒരുക്കാനുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് നഗരങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇതുവഴി സാധിക്കുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. അതേസമയം കേരളത്തിലും സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 15 മുതൽ പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഏത് വിഭാഗം ബസ്സുകളിലാകും സൗജന്യ യാത്ര അനുവദിക്കുക, മുഴുവൻ സ്ത്രീകൾക്കും ആനുകൂല്യം ലഭിക്കുമോ, പ്രത്യേക കാർഡ് സംവിധാനം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസിയുടെ സാമ്പത്തിക അവസ്ഥയും വലിയ ചർച്ചയായിട്ടുണ്ട്. നിലവിൽ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കെഎസ്ആർടിസിക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ വലിയ വരുമാന നഷ്ടം സംഭവിക്കാമെന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറുവശത്ത് സാമൂഹിക സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും മുൻനിർത്തി ഇത്തരത്തിലുള്ള പദ്ധതികൾ അനിവാര്യമാണെന്ന അഭിപ്രായവും ശക്തമാണ്. ഇതോടെ സാമൂഹിക ക്ഷേമവും സാമ്പത്തിക ഭാരവും തമ്മിലുള്ള തുലനം എങ്ങനെ കണ്ടെത്തുമെന്നതിലാണ് ഇനി സർക്കാരിന്റെ തീരുമാനം നിർണായകമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.